ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഈ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേര് പറയും ഇത് ബ്ലാക്ക് പോത്തൂസ് ആണെന്ന്, അതായത് ബ്ലാക്ക് മണി പ്ലാന്റ്. കുറേ പേര് പറയും ബ്ലാക്ക് സിങ്കോണിയാണെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു സിങ്കോണിയം വെറൈറ്റി ആണ് കേട്ടോ. പക്ഷെ നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആമസോണിലൊക്കെ നോക്കിയാലും ഇതിൻ്റെ കോമൺ നെയിം പറയുന്നത് ബ്ലാക്ക് പോത്തൂസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് രണ്ട് കാറ്റഗറിയിലും പറയാറുണ്ട് കേട്ടോ. ശരിക്കും ഈ പ്ലാന്റിൻ്റെ പേര് സിങ്കോണിയം എർത്രോഫിലം എന്നാണ്. അതുപോലെ തന്നെ ഇതിനെ റെഡ് ആരോ സിങ്കോണിയം എന്നും പറയാറുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ബോട്ടം പാർട്ട്, അതായത് ഈ ലീഫിൻ്റെ താഴ്ഭാഗം നല്ല റെഡ് കളറാണ്. നല്ല ഭംഗിയാണ് ആ റെഡ് കളർ കാണാനായിട്ട്. മുകളിലത്തെ പോർഷൻ എന്ന് പറയുന്നത് ബ്ലാക്കുമാണ്. ഈ ബ്ലാക്ക് കളർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഷെയ്ഡിൽ വെക്കണം കേട്ടോ. അത്യാവശ്യം വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നല്ലോണം ലീഫ് ഒരു ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോയിഷ് കളർ പോലെ ആകും. പ്ലാന്റിൻ്റെ ഭംഗി തന്നെ പോകും. റെഡ് കളറിന് അങ്ങനെ വ്യത്യാസം വരാറില്ല, ബ്ലാക്കിനാണ് വ്യത്യാസം വരുന്നത്. അപ്പം നല്ല ഷെയ്ഡിൽ വെച്ചാലാണ് നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ മണി പ്ലാന്റ്സ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യണ പോലെ തന്നെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ. ഓരോ നോട്ട്സിൽ നിന്നും റൂട്ട് വരും. നമുക്ക് കട്ട് ചെയ്തൊക്കെ ഈസി ആയിട്ട് വെക്കാം. സ്ലോ ഗ്രോത്ത് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നല്ലോണം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വളരുന്നൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. വാട്ടർ കണ്ടന്റ് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ അങ്ങനെ വെള്ളം കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എനിക്ക് പ്ലാന്റ് ചീഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. പ്ലാന്റ് നശിച്ചു പോയിട്ടുള്ളൊരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു ചെറിയ സ്റ്റെമ്മിൽ നിന്ന് വരെ എനിക്ക് പ്ലാന്റ് നല്ലോണം ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ സൺലൈറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ഭംഗി, ഒരു പ്ലാന്റിൻ്റെ ബ്ലാക്ക് പോത്തൂസ് അല്ലെങ്കിൽ ബ്ലാക്ക് സിങ്കോണി എന്ന് പറയുമ്പോൾ ആ ഒരു ബ്ലാക്ക് കളറല്ലേ അതിൻ്റെ ഭംഗി. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് മെയിനായിട്ട് നോക്കേണ്ടത് ഒരു ഷെയ്ഡിൻ്റെ കാര്യമാണ്. നമ്മൾ വൈറ്റ് പോട്ട്സിലൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ടൊക്കെ വെക്കാൻ പറ്റും. ഇൻഡോർ ആയിട്ടൊക്കെ അടിപൊളിയായിട്ട് വെക്കാൻ പറ്റും പ്ലാന്റാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആയാലും ഈ പ്ലാന്റ് വാങ്ങുന്നതിനൊക്കെ ഒരു കുഴപ്പമില്ല. നമുക്ക് ഈസി ആയിട്ട് കെയർ ചെയ്യാം. നമ്മളൊന്നും ചെയ്യേണ്ട, നല്ലോണം വളർന്ന ഒരു പ്ലാന്റാണ്. അതുപോലെ നമ്മൾ വളം ഇടുന്നതും നമ്മൾ ആദ്യം പോട്ടിംഗ് മിക്സിൻ്റെ കൂടെ റെഡിയാക്കി വെച്ചാൽ മതി. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ ഒരുപാട് കൊക്കോപ്പീറ്റ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം കൊക്കോപ്പീറ്റ് കൂടുമ്പോൾ അത്രയും വാട്ടർ കണ്ടന്റ് കൂടി പ്ലാന്റിന് അത് നല്ലതല്ല. ഏത് വളം പോട്ടിംഗ് മിക്സിൻ്റെ കൂടെ യൂസ് ചെയ്ത് നമ്മൾ ഒരുപാട് കൂടി പോകരുത്. കാരണം വളങ്ങളും കൂടി പോകുന്നതനുസരിച്ച് നമ്മുടെ ലീഫിൻ്റെ ഭംഗി പോകാനുള്ള ചാൻസ് ഉണ്ട്, യെല്ലോയിഷ് കളറൊക്കെ ആനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതോട് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റാണ് കേട്ടോ ഇത്.